വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ പാഴ്സൽ ലഹരിക്കടത്ത് കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി NCB. പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകൾ ഭാരതത്തിൽ നാർക്കോട്ടിക് ഭീകരവാദം വളർത്താനും ശ്രമിക്കുന്നുവെന്ന മുന്നറിയിപ്പ് കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾ കൈമാറിയിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ ലഹരി ഭാരതത്തിലേക്ക് കടത്തിയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ വിവരത്തെ തുടർന്ന് കൂടുതൽ പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നത്? ദേവിക പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ ലഹരി എയർ പാഴ്സലായി കൂടെ എത്തിയിരുന്നു അടുത്ത കാലത്തായി ഏതാനും മാസങ്ങൾക്കുള്ളിലാണ് ഇത്തരത്തിൽ എയർ പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്ത്, പ്രത്യേകിച്ച് MDMA, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ ലഹരിക്കടത്ത് വലിയ തോതിൽ വർദ്ധിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണം NCB ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. മാത്രമല്ല, ഈ ലഹരിക്കടത്തുകൾക്ക് പിന്നിലുള്ള പാകിസ്ഥാൻ ബന്ധങ്ങൾ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുമെല്ലാമായിരുന്നു ഇത്തരത്തിൽ ലഹരി വലിയ തോതിൽ കേരളത്തിലേക്ക് എത്തിയിരുന്നത്. അത് ആഴക്കടൽ വഴി അല്ലെങ്കിൽ ഉൾക്കടലിലെ പിടിച്ചിരുന്ന ലഹരിക്കടത്തുകളിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും എല്ലാം തന്നെ അവിടെയുള്ള ലഹരി സംഘങ്ങളുടെ ഒരു പങ്കാളിത്തം വ്യക്തമായത് എങ്കിൽ ഈ എയർ പാഴ്സൽ ലഹരിക്കടത്തുകൾക്ക് പിന്നിലും പാകിസ്ഥാന്റെയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെയും എല്ലാം തന്നെയുള്ള ഒരു പങ്കാളിത്തമാണ് സംശയിക്കുന്നത്. സ്വാഭാവികമായും ഒരു നാർക്കോട്ടിക് ജിഹാദിന് ശ്രമിക്കുന്നുണ്ട് ഭീകരവാദ ഗ്രൂപ്പുകൾ എന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ നിരവധി റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് NCB കടക്കുന്നത്. അത്തരത്തിൽ നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഭാഗമായിട്ടാണോ ഈ ലഹരി എയർ പാഴ്സൽ വഴിയായും എത്തിക്കുന്നത്, അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരെല്ലാമാണ് എന്നീ കാര്യങ്ങളിലാണ് NCB അന്വേഷണം നടത്തുന്നത്. നേരത്തെ പിടികൂടിയ വിവിധ ലഹരി കേസുകളിൽ NCB വിശദമായി തന്നെയുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇറാൻ പൗരരടക്കം പിടികൂടിയ കേസിൽ NCBയുടെ അന്വേഷണം നടന്നിരുന്നു. രാജ്യാന്തരമായി അന്വേഷണം നീളേണ്ട കേസുകളാണ്. ഇന്റർപോളിന്റെ അടക്കമുള്ള സഹായത്തോടു കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. ഈ ഘട്ടത്തിലാണ് NCB അതിൽ പാകിസ്ഥാന്റെ പങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. രാജ്യത്ത് നർക്കോട്ടിക് ജിഹാദിസം വളർത്തുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ ഭീകരവാദ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നു. പ്രത്യേകിച്ച് കൊച്ചി നഗരം കേന്ദ്രീകരിച്ചാണ് വലിയ തോതിൽ ലഹരി പല ഘട്ടങ്ങളിലായി എത്തിയിരുന്നത്. ആദ്യം വ്യക്തികളാണ് ഈ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നിരുന്നത് എങ്കിൽ വ്യക്തികളെ കൂടുതൽ ശക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയതോടെ അവർ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മാരക ലഹരികൾ പിടികൂടിയിരുന്നു. ഇതോടുകൂടിയാണ് നേരിട്ട് ആളുകൾ ലഹരി കൊണ്ടുവരുന്നത് ആ ഒരു രീതിയിൽ നിന്ന് മാറിയതിന് ശേഷം എയർ പാഴ്സൽ വഴി ലഹരി എത്തിക്കുന്ന ഒരു നിലയിലേക്ക് ലഹരി സംഘങ്ങൾ മാറുകയും ചെയ്തത്. അത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായും ഇപ്പോൾ NCB അന്വേഷണം നടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് നേരത്തെ പിടികൂടിയ പുറംകടലിൽ പിടികൂടിയ ലഹരി കേസുകളിലെ NCB അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിൽ ചിലതിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതിനുമപ്പുറം വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് NCB പ്രത്യേകിച്ച് രാജ്യാന്തര അന്വേഷണ സംഘങ്ങളുടെ കൂടി സഹകരണത്തോടെ അന്വേഷണം നീട്ടുന്നു. ഒപ്പം തന്നെ എയർ പാഴ്സലുകൾ കൊണ്ടുവന്നതിലെ ദുരൂഹതകൾ നീക്കാനുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ NCB കടന്നിട്ടുള്ളത്. ശരി, എന്തായാലും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ പാഴ്സൽ ലഹരിക്കടത്ത് കേസുകളിലാണ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് NCB. ജിജീഷ്, ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടി കൂടുതൽ ശക്തമാക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. കാരണം പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് നാർക്കോട്ടിക് ഭീകരവാദം വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നതിൻ്റെ ഭാഗമായിട്ടാണിത്. ഇതുമായി ബന്ധപ്പെട്ട് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അടക്കം കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ദേവിക, ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ആസൂത്രിതമായി തന്നെ ശത്രുരാജ്യം നടത്തുന്നുണ്ട്. അതിന് പല മാർഗങ്ങൾ അവർ കാലങ്ങളായി തന്നെ അവലംബിക്കുന്നുണ്ട്. അതിലൊന്നാണ് രാജ്യത്തേക്ക് ഭീകരവാദികളെ പറഞ്ഞയക്കുക, ഇവിടെയുള്ള വിഘടനവാദികളെ അവരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുന്നു. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഏറ്റവും സംഹാര രൂപം തന്നെയാണ് പഹൽഗാമിൽ അടക്കം കാണുകയും ചെയ്തത്. അതേ സമയത്ത് തന്നെയാണ് ലഹരിയുടെ ഇടങ്ങളാക്കി മാറ്റിക്കൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ
രാജ്യത്തിൻ്റെ സ്വൈര്യ ജീവിതം തകർക്കുക, യുവാക്കളെ ലഹരിക്ക് അടിമകളാക്കുക എന്നൊരു നീക്കം, അത്തരം ഒരു ശ്രമം കൂടി ഭീകരവാദ ഗ്രൂപ്പുകൾ നടത്തിയിരുന്നു. അതിന് പാകിസ്ഥാന്റെ അടക്കമുള്ള പിന്തുണകൾ ഇക്കാര്യത്തിൽ കൃത്യമായി ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ലഹരി പിന്നീട് പാകിസ്ഥാനിൽ വെച്ച് അത് കൈമാറ്റം ചെയ്ത് അത് ഇടപാടുകാരിലൂടെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്നത് എന്നതിൻ്റെ വിവരങ്ങളാണ് നേരത്തെ NCB നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നത്. അത് പുറംകടലിൽ വലിയ അളവിൽ ലഹരി പിടികൂടിയ സംഭവങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ഉള്ള ഒരു സൂചനകൾ ലഭിച്ചിരുന്നത്. എന്നാൽ ഇറാൻ പൗരന്മാർ പിടിയിലായി എന്നതിനപ്പുറം വിശദമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ പാകിസ്ഥാൻ ബന്ധങ്ങളിലേക്ക് നീളുന്ന ഒരു അന്വേഷണം ആ ഒരു ഘട്ടത്തിൽ നടന്നിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എയർ പാഴ്സൽ ഇടപാടുകൾ കൂടി, എയർ പാഴ്സൽ ലഹരി കടത്തുകൾ കൂടി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യക്തികളാണ് ലഹരി കടത്തിക്കൊണ്ട് വന്നിരുന്നത് എങ്കിൽ ആരും തന്നെ പിടിക്കപ്പെടാതെ അല്ലെങ്കിൽ ഒരു സൂചനകളിൽ ലഭിക്കാതെ, പിടിക്കപ്പെട്ടാലും അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് പോലും മനസ്സിലാക്കാത്ത വിധം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഈ എയർ പാഴ്സലുകൾ എത്തിയിരുന്നത്. പലപ്പോഴും അത് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആരാണോ അത് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഉണ്ടാകില്ല. പിടിക്കപ്പെട്ട് കഴിയുന്നതോടുകൂടി തന്നെ ഈ എയർ പാഴ്സൽ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറും, അല്ലെങ്കിൽ അത് സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറും. അതുകൊണ്ട് തന്നെ ആർക്ക് വേണ്ടി എത്തി അല്ലെങ്കിൽ ആരിലേക്കാണ് ഇത് നീങ്ങുന്നത് എന്നത് സംബന്ധിച്ചൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാറില്ല. ഇവിടെയാണ് NCB ഇതിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തുന്നത്. ഏതെങ്കിലും ഭീകരവാദ വിഘടനവാദ ഗ്രൂപ്പുകൾ ഈ ലഹരിക്കടത്തുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അവർ പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ആര്, അതിൻ്റെ കണ്ണികളായി പ്രവർത്തിക്കുന്നത്, രാജ്യത്ത് അതിൻ്റെ കണ്ണികളായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് ആരെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ NCBയുടെ അന്വേഷണ പരിധിയിലുണ്ട്. പല ഘട്ടങ്ങളിലായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വിവിധ ലഹരി കേസുകളിൽ എന്തായാലും കൂടുതൽ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്.